തെലങ്കാന നാഗർകുണ്ണൂരിലെ ടണൽ അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം 45 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ദൗത്യസംഘം അപകടമുണ്ടായ സ്ഥലത്തിന് അടുത്തെത്തിയെങ്കിലും കല്ലും ചെളിയും തകർന്ന ബോറിംഗ് മെഷീൻ്റെ അവശിഷ്ടങ്ങളും കടന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 8 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു കർണാടകത്തിൽ നിന്ന്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഈ നാവികസേനയും അവിടെ എത്തിയിട്ടുണ്ടല്ലോ. ദൗത്യ സംഘത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത പ്രതിബന്ധങ്ങളാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? SKN ഇപ്പോൾ ഈ അപകടമുണ്ടായി 47 മണിക്കൂർ പിന്നിടുകയാണ്. 8 പേരാണ് അതിൽ കുടുങ്ങിക്കിടക്കുന്നത്. തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ, അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. NDRFിൻ്റെയും SDRFിൻ്റെയും അതോടെ തന്നെ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം, ഇപ്പോൾ നാവികസേന കൂടി ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്നുള്ളത് ഈ 3 മീറ്റർ ഭാഗമാണ്, റൂഫിംഗ് ഭാഗമാണ് ഈ ടണലിൻ്റെ തകർന്നു വീണത്. അതിൽ വലിയ കല്ലുകളുണ്ട്, അതിൽ ചളിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടണലിൽ ഉള്ള വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്ന് വേണം ഈ ദൗത്യ സംഘത്തിന് ഈ കുടുങ്ങിക്കിടക്കുന്ന അതേ എക്സാക്ട് സ്പോട്ടിലേക്ക് എത്താൻ. നിലവിലിപ്പോൾ ഈ ദൗത്യ സംഘം 150 മീറ്റർ അകലെ എത്തിയിട്ടുണ്ട്. അവിടെ ഈ നിലവിൽ ഈ ബോറിംഗ് മെഷീൻ്റെ, തകർന്ന ബോറിംഗ് മെഷീൻ്റെ വലിയ അവശിഷ്ടങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കല്ലും ചെളിയും എല്ലാം ഉണ്ട്. ഇവ ഈ ടണലിനെ മൂടിക്കിടക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായും മാറ്റി അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. എന്തായാലും അതിനുവേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ, ഈ പ്രത്യേക ട്രാക്കുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഈ മെഷീനുകളും സംവിധാനങ്ങളും അവിടെ എത്തിച്ചുകൊണ്ട് പരിശ്രമങ്ങൾ തുടരുകയാണ്.